ഹലോ ചങ്ങായീസ്, നമുക്കൊരു അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് അവിൽ കൊണ്ടൊരു ലഡു റെസിപ്പി നോക്കിയാലോ. ഇത് ഈസിയാണ്, അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് മറക്കാണ്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. ആദ്യമായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ആവശ്യത്തിനായിട്ടുള്ള ഞാൻ ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നൂൽപ്പരുവാവും അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി കിട്ടിയാൽ മതി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു പാനിലേക്ക് ആവശ്യമായിട്ടുള്ള അവിൽ ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ അവിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. വെള്ള അവിലോ അല്ലെങ്കിൽ തവിട്ട് നിറത്തുള്ള അവിൽ, ഏത് അവിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇതിൽ ഓയിലോ കാര്യങ്ങളോ എണ്ണയോ നെയ്യോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നന്നായിട്ട് ക്രിസ്പി ആയിട്ടും ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങയിൽ വെള്ളമൊക്കെ വറ്റി നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടുമ്പോഴത്തേക്കും നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. തണുക്കാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് കടലയും കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന കടല ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന കടലയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അല്ലാത്ത കടലയാണെങ്കിൽ നോർമലി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കടല തണുക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് അതും കൂടി മാറ്റി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവിൽ മിക്സർ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. അതുപോലെ തന്നെ കടലയുടെ തോലൊക്കെ കളഞ്ഞിട്ട് അത് മിക്സർ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക. പിന്നെ ഇതൊക്കെ വറുത്ത് അതേ പാനിൽ തന്നെ ഞാൻ നമ്മുടെ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മുടെ പൊടികൾ, മിക്സർ ജാറിലിരിക്കുന്ന പൊടികൾ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ വീണ്ടും ഇപ്പോൾ പറഞ്ഞാൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, എണ്ണയോ കാര്യങ്ങളൊന്നും നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇതിലേക്ക് ശർക്കരപ്പാനി കുറച്ച് കുറവുണ്ട് മിക്സ് ചെയ്ത് വന്നപ്പോൾ. അപ്പം ഞാനിതിലേക്ക് വീണ്ടും അരിച്ച് തന്നെ ശർക്കരപ്പാനി വീണ്ടും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കൈവിടാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിന് കടലയുടെ എണ്ണയും കാര്യങ്ങളൊക്കെ നമുക്ക് തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോഴാണ് നമ്മളിതിന് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ നന്നായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാണ്. ഇത് കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു, ബൈ ബൈ.